ആരാ ശശി? കണ്ണൂരിലെ ജനങ്ങൾക്ക് ശശിനെ അറിയില്ലേ? ശശിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടില്ലേ CPM? എന്തിനാ സസ്പെൻഡ് ചെയ്തത്? 2 വീട്ടിൽ കയറി അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് പരാതി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയിൽ നിന്ന്. മാസങ്ങളോളം പിന്നെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം വക്കീൽ പണിയെടുത്ത് പോകുമായിരുന്നു തലശ്ശേരിയിൽ. അദ്ദേഹത്തെ പിടിച്ചിട്ട് ഇപ്പോൾ ആക്കിയത് അൻവർ പറഞ്ഞത് ആ ആഫീസിൽ വരുന്ന സ്ത്രീകളോട് അശ്ലീലം സംസാരിക്കുന്നു, ഫോൺ നമ്പർ വാങ്ങുന്നു, രാത്രി ഫോണിൽ വിളിക്കുന്നു, പലരും പരാതി പറയുന്നു എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണാണ്ടും അറിയാണ്ടും ഞാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സത്യമാണ് എന്ന് എനിക്ക് 100 തവണ പറയാൻ എനിക്ക് മനസ്സുണ്ട്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഈ കേരളം പോവില്ല. പിന്നെ അദ്ദേഹം ഒരു BJP ആയിട്ടുള്ള ഒരു അഭീത ബന്ധമെന്ന് പറയുന്നത് ഇന്നൊന്നും ഇന്നലെയൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ, 1970 ഇവിടെ മത്സരിച്ച കൂത്തുപറമ്പിൽ BJPയുടെ പിന്തുണ കൊണ്ടല്ലേ മത്സരിച്ചത്. 77 മത്സരിച്ചപ്പോഴും BJPയുടെ പിന്തുണ വാങ്ങിയ ആളല്ലേ. അന്ന് മുതൽ BJP ആയിട്ട് അഭീത ബന്ധമുണ്ട് ഇദ്ദേഹത്തിന് കാണാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം BJPയുടെ തണലിൽ ജീവിക്കുന്ന ഒരു കാട്ടുകുരങ്ങാണ്. അതിനെ തൊടാനും പേടിയാണ്, തൊട്ടില്ലെങ്കിലും പേടിയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം നിലനിൽക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമാവുകയാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. എൻ്റെ അസംബ്ലി നോക്കിയാൽ മതി. ഈ അസംബ്ലിയിൽ എനിക്ക് കിട്ടിയ വോട്ടായിരുതാ? 1.5 ലക്ഷം വോട്ട് എനിക്ക് കിട്ടി. എവിടുന്ന് കിട്ടിയ വോട്ട്? നിങ്ങൾ പരിശോധിക്കൂ ബൂത്തുകൾ. CPMൻ്റെ എത്ര വോട്ട് കിട്ടി നിങ്ങൾ പരിശോധിച്ചോ? എനിക്ക് CPMൽ നിന്ന് കിട്ടിയ വോട്ടാണ്. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾ എന്നെ വിളിക്കും, സ്വരട്ട ഞാനാണ് അനീഷാണ്, ഞാൻ കുന്നത്ത് ചന്ദ്രാട്ടിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്താണ്, ഞങ്ങളെല്ലാം CPM. എൻ്റെ വീട്ടിൽ 7 വോട്ടുണ്ട് സ്വരട്ട, 7 വോട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞ എത്ര ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ CPMൻ്റെ അകത്തുള്ള ഒഴുക്ക് തടുത്തു നിർത്താൻ സാധിക്കാത്ത വിധം ശക്തമാണ് എന്ന യാഥാർത്ഥ്യം പിണറായി വിജയനും CPMൻ്റെ നേതാക്കന്മാരും ഓർമ്മിക്കുന്നത് നല്ലത്. തെറ്റ് തിരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ജനം തെറ്റ് തിരുത്തിക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. തൻ്റെ നട്ടെല്ല് വേണം, തൻ്റെ ഇടം വേണം. അതില്ലാത്തൊരു മുഖ്യമന്ത്രിയായിപ്പോയി നമ്മുടെ പിണറായി എന്ന കാര്യത്തിൽ നമുക്ക് ദുഃഖിക്കാം. ഇപ്പം ഇത് നടത്തിയിട്ട് വേണം അദ്ദേഹത്തിനെതിരെ ആരോപണം കിട്ടാൻ. നിരന്തരം ഒരു സഞ്ചി കൊള്ളാവുന്ന ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. നമുക്ക് ഇത് വേണോ പറയാൻ? മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറഞ്ഞത് മാത്രം വർഗീയമാക്കി എന്ന് പറയേണ്ടതില്ലാതെ വേറെ എന്തൊക്കെ കിടക്കുന്നു? അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായിരുന്നു വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ കറപ്ഷൻ, ആ കറപ്ഷൻ്റെ അകത്തുള്ള ഓരോ ഘടകം അതൊന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതെ ഇദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടത് അതിലൊരു അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമല്ലേ. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ജയിലിൽ കിടന്നു. 112 ദിവസം 122 ദിവസം ജയിലിൽ കിടന്നു. ശിവശങ്കർ. എന്തിനാണ് ശിവശങ്കർ കിടന്നത്? അഴിമതി സ്വർണ്ണക്കടത്തിൻ്റെ കേസിൻ്റെ അകത്തുള്ള കേസ് കൊണ്ടാണ്. ആ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഇദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടത്തുമോ? ഇതിൽ അദ്ദേഹം പ്രതിയാവേണ്ടതല്ലേ? അദ്ദേഹത്തെ പ്രതിയാക്കിയില്ലല്ലോ. നമുക്കറിയാം SNC ലാവ്ലിൻ കേസ് 44 തവണ മാറ്റിവെച്ചു. ഒരു തവണ എടുത്താൽ പിണറായി വിജയൻ ചെയ്യില്ല. അത് എടുക്കുന്നില്ല ഹൈക്കോടതി, സുപ്രീം കോടതി. എന്തുകൊണ്ടാണ് എടുക്കാത്തത്? പിണറായി വിജയൻ പോയി പറഞ്ഞിട്ടല്ല. കേരളത്തിലെ ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റിലെ ഉന്നതരായ മന്ത്രിമാർ നേരിട്ട് ജഡ്ജിമാരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ കേസ് എടുക്കാണ്ട് ഇങ്ങനെ മാറ്റി പോകുന്നത്. എടുത്താൽ അദ്ദേഹം ആപ്പില, അദ്ദേഹം കൽത്തുറുങ്കില. അത് അത്രമാത്രം ക്ലാരിറ്റി ഉള്ള എവിഡൻസ് ഉള്ള ഒരു സംഭവമാണ് ഈ ലാവ്ലിൻ കേസ്. അതങ്ങനെ ഒരു ഭാഗത്തുണ്ട്. മകളെ കുറിച്ചിട്ടുണ്ടായിരുന്ന മറ്റേ ഇതുണ്ടല്ലോ, എന്താന്ന് പറയുക, ഷെയർ മാസപ്പടിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ. ഒരു തരത്തിലും ഞാൻ ചോദിക്കുന്നു, ആ സ്ഥാപനത്തിൻ്റെ അകത്തൊരു സർവീസ് ചെയ്യാതെ ആ സ്ത്രീക്ക് എന്തിൻ്റെ പേരിലാണ് മാസാമാസം ഈ പൈസ കൊടുത്തത്? ആരുടെ? കൈക്കൂലിയല്ലേ? അഴിമതിയല്ലേ? ഈ അഴിമതി അത്രയും നടത്തി നിരന്ന് നിൽക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ട് ആ സംഭവങ്ങളെല്ലാം നിൽക്കെ പിന്നെ അദ്ദേഹം ഓരോന്ന് ചാടി മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കുക.
ഇങ്ങനെ ഒരു ആത്മാർത്ഥമായ ഒരു ആത്മാർത്ഥതയില്ലാത്ത, നാടോട് കൂറില്ലാത്ത, സത്യസന്ധതയില്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ CPM മറ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ? നമ്പൂതിരിപ്പാട് ഉണ്ടായിട്ടുണ്ട്, അച്യുതാനന്ദൻ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ നായനാർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? അവരൊന്നും ഇത് ചെയ്തിട്ടില്ല, അവർക്കിതിന് അർഹതയില്ല, ഇവരെ പേരിൽ കെട്ടിവെക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭീകരജീവിയെ കണ്ട് ഭയപ്പെട്ടിട്ട് ചെയ്യുന്നൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ തോന്നിയവാസം, അദ്ദേഹത്തിൻ്റെ തോന്നിയതുപോലുള്ള പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ അഴിമതി, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കോടാനുകോടികൾ ഉണ്ടാക്കുക. എങ്ങനെ ഒരു പണത്തിന് ആർത്തിയുള്ള ഒരു പണ്ടത്തെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല.